എല്ലാവർക്കും കൂട്ടക്ഷരങ്ങളുടെ ഈ ലൈവ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. തിങ്കളാഴ്ചയൊക്കെ ആയിട്ട് എല്ലാവരും നല്ല ഉഷാറായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഒരു അനൗൺസ്മെന്റ് നടത്താമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വേണ്ട, ആദ്യം പാട്ട്, അത് കഴിഞ്ഞിട്ട് പറയാമേ. അപ്പോൾ ഇന്നത്തെ അക്ഷരം ഓ ആണ്. ഓ ഓ ഓ അത് രണ്ടും ചേർന്നിട്ട് ഉള്ള, അത് രണ്ടിലുമുള്ള പാട്ടുകൾ പാടാം. അപ്പോൾ തുടങ്ങാം. ഞാൻ ടൈമർ ഒന്ന് ഓൺ ചെയ്യണേ. 5 മിനിറ്റ് സമയം. ഞാനൊരു 2 ലൈൻ വെച്ചൊക്കെ പാടാൻ ശ്രമിക്കാം. നിങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ തുടങ്ങുന്നേ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുന്നിൽ. ഒത്തിരി ഒത്തിരി മോഹങ്ങൾ കതിരിട്ട പുത്തരി ചെമ്പാവ് പാടത്ത്, എൻ്റെ പുത്തരി ചെമ്പാവ് പാടത്ത്. ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ വന്നു. എനിക്ക് ചെറിയ ജലദോഷമുണ്ടേ, അതുകൊണ്ട് സോറി സൗണ്ട്. ഒത്തിരി 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 സ്വപ്നങ്ങൾ പൂഞ്ചെപ്പിൽ ഒളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ ഓരായിരം നനനനന. ഒരിക്കൽ നീ ചിരിച്ചാൽ എന്നോർമകളിൽ തേൻമൊഴികൾ എൻ പൊൻകിനാവേ. ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം, ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം. ഓ ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ, പതിരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. 1000 കിനാക്കളാൽ ഒരുന്നു കൂടുമേഞ്ഞിടുന്നു മോഹം. ഒരു മുறை വന്ന് പാർത്തായോ എൻ മനം നീ അറിந்தாയോ, തിരുമകൾ തുன்பத்தீர்த்தாயா. ഒരു മുறை വന്ന് പാരായോ വാസനെ വായോ. ഓലത്തുമ്പത്തിരുന്നോയലാടും ചെല്ലപ്പൈങ്കിളി, എൻ്റെ ബാലഗോപാലനെ എണ്ണ ദീപിക്കുമ്പോ പാടടി. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിക്കും നീലരാവിൽ. ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എൻ്റെ പൂങ്കാറ്റിൽ കളിവീടുണ്ടാക്കി. ഒരു പൂവിനെ നിശാശലഭം തൊട്ടുണർത്തും യാമമാ, ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നേ. ഓലക്കൊമ്പിൽ കാറ്റു കിണുങ്ങിപ്പോ ആതിരയോദീ കിന്നാരം. ഞാൻ കമന്റ് ബോക്സ് നോക്കാവേ, എനിക്ക് കിട്ടണില്ലെങ്കിൽ അങ്ങോട്ട് വരാൻ ഓർത്തിട്ടാ.
ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാന്തും കൊക്ക് 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 കൊക്ക്. ഒരു മധുര കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ. ഓ ഈ പാട്ട് എൻ്റെ അമ്മയ്ക്കൊരു ഡെഡിക്കേഷനാണേ. ഓ മൃദുലേ ഹൃദയമുരളിയിലൊഴുകിവാ നിന്നിഴലായി അലയും പ്രിയനെ മറന്നുവോ മൃദുലേ. ഒന്നങ്കിളി പൊന്നങ്കിളി വണ്ണങ്കിളി മാവിന്മേൽ രണ്ടങ്കിളി വന്നു കരുവണ്ടു കൊതി കൊണ്ടപ്പോൾ മൂന്നങ്കിളി നാലങ്കിളി എങ്ങാണ്ടതിലേറെ കിളി അങ്ങോട് കൊത്തിങ്ങോട് കൊത്തായി കിളിച്ചുണ്ടൻ മാമ്പഴമേ കിളി കൊത്താ തേൻപഴമേ തളിർ ചുണ്ടിൽ പൊത്തിരി മുത്തായി ചിപ്പിയിൽ എന്നെ കാത്തുവെച്ചു. നീ മറന്നോ പോയൊരു നാൾ ഈരില പോലെ നാം ഇരുപേർ ഒത്തുപള്ളിയിൽ ഒത്തുചേർന്ന് ഏറിയ നാളു പോയതല്ലേ. അന്നു മാഞ്ചുഴ പോൽ പൊള്ളിടുന്നു നീ കടം തന്നൊരുമ്മയെല്ലാം ഓർത്തിടുന്നു കാത്തിരുന്നു ജീവിതമാകെ നേരിടുമ്പോൾ. നീ വന്നെത്തിയിടും നാൾ എണ്ണിത്തുടങ്ങി കണ്ണുകലങ്ങി കിളിച്ചുണ്ടൻ മാമ്പഴമേ കിളി കൊത്താ തേൻപഴമേ. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിരുന്നു. ഞാൻ ഇനി കമൻറ്റ് ബോക്സ് ഒന്ന് നോക്കട്ടെ. ഓ അല്ലെങ്കിൽ ഓൽ തുടങ്ങുന്ന പാട്ടുകൾ. കമൻറ്റ് ബോക്സ് നിറയെ പാട്ടുകളുണ്ട്. ത്വയ്ബ് പറയുന്നു ഓലഞ്ഞാലിക്കുരുവി. സിന്ധു ശ്രീ ശശീന്ദ്രൻ പറയുന്നു ഒരു സ്വരം മാത്രം. ഇതൊക്കെ ഞാൻ പാടി. ലേഖ ജസ്റ്റിൻ ഒന്നൊരു യാടാൻ കൊതിയായി കാണാൻ കൊതിയായി. സുനന്ദ മഹേഷ് ഒരിക്കൽ നീ പറഞ്ഞു. ഈ പാട്ട് ഞാൻ പാടിയതല്ലേ? അതെല്ലോ. ത്വയ്ബ് പറയുന്നു ഒന്നാനാം കുഞ്ഞ് പാടി. രേഷ്ണുജ പറഞ്ഞു ഒളിക്കുന്നു, അത് പാടി. സിന്ധു പറയുന്നു ഒരു മയിൽ പീലിയായി ഞാൻ ജനിക്കുമെങ്കിൽ നിന്റെ തിരം തപസിരിക്കാം. രമ്യ ഭാരതി പറയുന്നു ഒന്നാം വട്ടം കണ്ടപ്പോൾ ചെക്കന് കിണ്ടാണ്ടം, രണ്ടാം വട്ടം കണ്ടപ്പോ പുഞ്ചിരി പുന്നാരം. സുനന്ദ മഹേഷ് ഒന്നാം രാഗം പാടി, അത് പാടിയിരുന്നു. ത്വയ്ബ് പറയുന്നു ഒരു രാത്രി കൂടി, അത് പാടി. രമ്യ പറയുന്നു ഒരു കിളി പാട്ടുമോളവേ മറുകിളി ഏറ്റുപാടവേ. ദിവ്യ ശ്രീകുമാർ ഒരു നിമിഷം തരൂ. രേഷ്ണുജ ഹരി ഒരു ചെമ്പ നീർ പൂവിരുത്തു ഞാനോമലേ ഒരു മാത്ര നിന്നേർക്കു നീട്ടിയില്ലേ. രമ്യ പറയുന്നു 1000 കിനാക്കളാൽ, അത് ഞാൻ പാടിയതല്ലേ? രമ്യ ഓ പ്രിയെ പാടി. ജൂല പറയുന്നു ഓമനത്തിങ്കൾ പക്ഷി, അത് പാടിയോ? ഓമനത്തിങ്കൾ പക്ഷി നീലത്താമര കുളത്തിലെ തിങ്കൾ പക്ഷി തെക്കൊരു പാതിരാമുത്തിന് പേരെന്ത്? ത്വയ്ബ് പറയുന്നു ഒന്നു തൊടാനുള്ളിൽ തീരാമോഹം, ഒന്നു മിണ്ടാൻ നെഞ്ചിൽ തീരാദാം. ദിവ്യ പറയുന്നു ഒരു ചെമ്പനീർ പൂർത്തു, അതിപ്പം ഞാൻ പാടി. രമ്യ ഒന്നിനുമല്ലാതെ എന്തിനോ തോന്നിയൊരിഷ്ടം. രമ്യയെ ഞാൻ ഇങ്ങോട്ട് ആഡ് ചെയ്യാം, രമ്യയെ കൊണ്ട് പാടിപ്പിക്കാം. രമ്യ ഒരു റിക്വസ്റ്റ് അയക്കൂ, വേഗം വേണേ. എനിക്കിവിടെ രമ്യ ആഡ് ചെയ്യാൻ കിട്ടുന്നില്ല. ഞാനൊന്ന് നോക്കട്ടെ.
രമ്യയെ കിട്ടുന്നില്ലല്ലോ. രമ്യ ഒന്ന് ഇൻവൈറ്റ് അയക്കാവോ? ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പാടാം ഈ പാട്ടൊക്കെ. ലേഖ, താങ്ക് യു ലേഖ. സ്വീറ്റ് സോങ്സ് എന്ന് പറയുന്നുണ്ട്. ഓമന തിങ്കൾക്കിടാവോ, അത് പാടി. രമ്യ പറയുന്നു ഓമനെ തങ്കമോ, അത് ഞാൻ പാടിയോ? ഓമനെ തങ്കമേ അരികിൽ വരിക, പ്രണയത്തിൻ മധുരം നുകരും ഹൃദയത്തിൽ, പയ്യെ പയ്യെ പുതുമഴയുടെ സുഖമരുളുക സഖിനീ. രമ്യ പറയുന്നു ഓമനപ്പുഴക്കടപ്പുറത്തിൻ ഓമനെ പൊന്നോമനെ ഇങ്ങനെ. ജിഷ രജോയും ഈ പാട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യൂന്നേ. ഞാനിവിടെ നിന്ന് ഇൻവൈറ്റ് അയക്കുന്നുണ്ട്, നിങ്ങളാരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇന്നലത്തെ പോലെ തന്നെ ഒറ്റ ഒരാളും എൻ്റെ കൂടെ പാടാൻ തയ്യാറല്ലാന്ന് തോന്നുന്നു. 1000 കിനാക്കളാൽ അത് പാടിയതാണ്. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക, അതും പാടി. തൊയ് പറയുന്നു ഒരിക്കൽ രാജ്മോഹൻ എന്നോട് ചോദിച്ചു, അതൊരു പാട്ടല്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഒരു അനൗൺസ്മെന്റ് പറയാനുണ്ടെന്ന് പറഞ്ഞത് ഇതാണ്. ഈ ഒരു അക്ഷരം പറഞ്ഞിട്ട് പാടുന്നതിന് നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു വരും. നിങ്ങൾക്കൊക്കെ ഈ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ കമൻറ്റുകളിൽ പറയുക. എനിക്ക് നന്നായിട്ട് ഇഷ്ടമാവുന്നുണ്ട്. സ്വയം തള്ളാൻ എന്നെ കഴിഞ്ഞിട്ടേ വേറെ ആരുമുള്ളൂ. അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും ഈ ഒരു പരിപാടിയുമായിട്ട് തിരിച്ചു വരും. ഇപ്പം തൽക്കാലം ഇതിനൊരു ബ്രേക്ക് എടുക്കുകയാണ്. പക്ഷേ ഇതേ സമയം മറ്റൊരു പരിപാടിയുമായി നാളെ മുതൽ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നാളെയും ഇതേ സമയത്ത് തിരിച്ചു വരിക. ഇനിയും പാട്ടുകൾ പറയുന്നുണ്ട്. എന്താണ് ആരും ഉണക്കമുന്തിരി ഒന്നും പറയാനെന്ന് ഞാൻ വിചാരിക്കുവാണ്. ഉണക്കമുന്തിരി പറക്ക് പറക്ക്. ദിവ്യ ശ്രീകുമാർ പറയുന്നു ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ. ഒരു ചിക് 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 ചിറകിൽ ശുക്രിയ. എന്നെ പോകാൻ അനുവദിക്കാതെ ലേഖ ജസ്റ്റിൻ ഇഷ്ടമാണ് ഈ പ്രോഗ്രാം എന്ന് പറയുന്നുണ്ട്. ത്വൈബും പറയുന്നുണ്ട് പ്രോഗ്രാം നല്ലതാണ്, ഇഷ്ടമാവുന്നുണ്ടെന്ന്. ജോഷി സേവ്യർ ഒരു വട്ടം കൂടി എന്നോർമകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, ൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നൊരുത്തുവാൻ മോഹം, മരമൊന്നൊരുത്തുവാൻ മോഹം. ഇനിയും ഓലഞ്ഞാലിക്കുരുവി, അത് ഞാൻ പാടിയതാണ്. പിന്നെ ഏതാണ് വേറെ പാട്ടുകൾ? ഓ വെച്ചിട്ട് ഈ ഒരു എന്ന് പറഞ്ഞ വാക്കി തുറക്കുന്ന ഒത്തിരി പാട്ടുകളുണ്ട്. പക്ഷെ കൂടുതലും എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അതൊന്നും പാടാൻ ശ്രമിക്കാത്തത്. ഓ വെച്ച് ഒരു കാതിലോല ഞാൻ കണ്ടില്ല, ഒളിക്കുന്നു. രേഷ്മജ ചോദിച്ചിരിക്കുന്നു ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ 1000. എന്തോ കാരണം കൊണ്ട് FB എന്നെ ഈ കമൻറ്റ് മുഴുവൻ കാണിക്കാൻ സാധിക്കുന്നില്ല. കമൻറ്റിൻ്റെ എണ്ണം കാണിക്കുന്നുണ്ട്, പക്ഷെ താഴോട്ട് ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ അധികം കാണിക്കുന്നില്ല. ത്വൈബ് ഒരു പാട്ട് പറയുന്നുണ്ട്, ഒരു മുറി മാത്രം ഞാൻ തുറക്കാതെ വെക്കാം. ഈ പാട്ട് ഇങ്ങനെയല്ലോ തുടങ്ങുന്നത്. ഇടയിലെ വരികയാണെന്ന് എഴുതിയിട്ടുണ്ട്. ഇതിങ്ങനെയല്ലോ തുടങ്ങുന്നത്. ഈ പാട്ട് വേറെന്തോ അല്ലേ? ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ
ഒരു ഗാനം മാത്രമെൻ ഒടുവിൽ നീ എത്തുമ്പോൾ ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ. എനിക്ക് ആ ട്യൂൺ പെട്ടെന്ന് കിട്ടുന്നില്ല. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന പാട്ടാണ്. ഓർമ്മതൻ വാസന്തനന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം, ഡെയ്സി ഡെയ്സി. ഒന്നാം രാഗം പാടിയോ എന്ന് സിന്ധു ചോദിക്കുന്നു. പാടി, അതിലല്ലേ ഞാൻ തുടങ്ങിയത്. ഒന്നാം രാഗം പാടി, അതെ അതെ പാടിയതാണ്. മഹേഷ് ശിവരാമപിള്ള പറയുന്നു, ഒരു രാഗമാല കോർത്തു സഖീ ബാഷ്പധാരയായി. ധ്വനി എന്ന ചിത്രത്തിലെ പാട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. തോയി പറയുന്നു, ഒരു നാൾ ഉല്ലാസയാത്ര പോയപ്പോൾ. അതെനിക്കറിയില്ല, പക്ഷെ ഒരു നാൾ വിശന്നിതോ വലൻ, അങ്ങനെ ഒരു പാട്ട് എനിക്കറിയാം. ആളുകൾ പുതിയ പുതിയ പാട്ടുകൾ സൃഷ്ടിക്കുകയാണെന്ന് തോന്നുന്നു. ഗാനരചയിതാക്കൾ പിറവിയെടുക്കുന്ന സ്ഥലം കൂടിയായി മാറിയിരിക്കുന്നു കൂട്ടക്ഷരങ്ങൾ ലൈവിൻ്റെ കമൻറ്റ് ബോക്സ്. ഇനി ഏതാണ് ഓയിലുള്ള പാട്ട്? ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. ഞാൻ പറഞ്ഞതൊക്കെ പാടിയോ എന്ന് മുർഷിദ ചോദിക്കുന്നുണ്ട്. ഞാൻ പാടി എന്നാണ് എൻ്റെ ഓർമ്മ. ഞാനിവിടെ ഒന്നും കൂടുതൽ കാണുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ മുൻപ് തന്നെ, ഈ ഫേസ്ബുക്ക് മുഴുവൻ കമൻറ്റും എന്നെ കാണിക്കുന്നില്ല എന്തോ കാരണം കൊണ്ട്. എല്ലാം തന്നെ പാടി എന്നാണ് എൻ്റെ ഓർമ്മ. ഇനി അന്താക്ഷരി കളിക്കുമ്പോൾ ഈ ലൈവൊക്കെ നോക്കിയാൽ മതി എന്ന് ലേഖ പറയുന്നു. വളരെ നല്ല കാര്യമാണ്. രമ്യ പറയുന്നു, റിക്വസ്റ്റ് ഇട്ടു എന്ന്. പക്ഷേ എനിക്ക് കിട്ടുന്നില്ലല്ലോ. എനിക്ക് ആരെയും ആഡ് ചെയ്യാനും പറ്റുന്നില്ല. ഇവിടെ ഇരിക്കുന്നവർക്ക് ഞാൻ റിക്വസ്റ്റ് ഇടുന്നുണ്ടേ. ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ വന്ന് പാടാൻ വയ്യ. വാട്സപ്പിലും മെസ്സഞ്ചർ ബോക്സിലൊക്കെ പാടാന്ന് പലരും പറയുന്നുണ്ട്. അത് വേണ്ട, ഇവിടെ വന്ന് തന്നെ പാടണം പബ്ലിക്കായിട്ട്. ഞാൻ കമന്റ് ഇട്ടതും FB കമന്റ് ബോക്സ് ഹൈഡ് ആക്കിയോ? എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കിത് കമന്റ് കാണുന്നില്ല. ഞാൻ ഒന്നുകൂടെ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കട്ടെ. ഫേസ്ബുക്ക് എന്തോ കാരണങ്ങൾ കൊണ്ടാണ് കാണിക്കാത്തതെന്ന് മനസ്സിലാവുന്നില്ല. പുതിയ കമന്റുകൾ വരുന്നു എന്ന് കാണിക്കുന്നു, പക്ഷെ കാണിക്കുന്നില്ല. ഷാജി ആലുങ്കൽ പറയുന്നു, ഒരിക്കൽ നീ ചിരിച്ചാൽ. ഇത് ഞാൻ പാടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കൽ നീ ചിരിച്ച എന്നോർമകളിൽ മുളുമ്പും തേൻമഴികൾ എൻ പൊൻകിനാവി ഒരിക്കൽ നീ വിളിച്ച എനിക്കും നിനക്കും ഒരു ലോകം. ഓമലാളെ കണ്ടോ? ഞാനത് ഞാൻ പാടിയതാണ്.
ഷാജി ആലുങ്കൽ പറയുന്നു ഒരേ സ്വരം ഒരേ നിറം. ഒരേ സ്വരം ഒരേ നിറം ഒരു ശൂന്യ സന്ധ്യാംബരം. മഹേഷ് ശിവരാമപിള്ള പറയുന്നു ഒത്തിരി ഒത്തിരി മുഖങ്ങൾ കതിരിട്ട. അത് ഞാൻ പാടിയിരുന്നു ആദ്യം. അപ്പോൾ ഓയിൽ ഉള്ള മനോഹരമായ മറ്റു ഗാനങ്ങൾ നിങ്ങൾ ഇനിയും കമന്റ് ചെയ്യുക. ഇപ്പൊ എനിക്ക് ഇത്രയൊക്കെ ഓർമ്മ വരുന്നുള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞത് മറക്കണ്ട, ഈ പരിപാടിക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുക്കുന്നു. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതേ പരിപാടിയുമായി തിരിച്ചു വരുന്നതാണ്. അക്ഷരങ്ങൾ പറഞ്ഞിട്ട് അതിലുള്ള പാട്ട് പാടുന്ന പരിപാടിയുമായി തിരിച്ചു വരുന്നതാണ്. ഇപ്പോൾ തൽക്കാലം മറ്റൊരു പരിപാടിയുമായി നാളെ 12 മണിക്ക് വീണ്ടും കാണാം.